ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഗുണ കേവിൻ്റെ മുൻപിലെത്തിയിട്ടുണ്ട്. ഇനി നേരെ അകത്ത് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പാസും കാര്യങ്ങളും നമുക്ക് അറിയത്തില്ല എത്രയാണെന്ന്. അപ്പോൾ അകത്തോട്ട് കയറിയിട്ട് നമുക്ക് നോക്കാം എത്രയാണെന്ന്. അതിൻ്റെ എൻട്രി ഒരാൾക്ക് 10 രൂപയാണ്. അതും എടുത്ത് നമ്മൾ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഞങ്ങൾ അകത്തോട്ട് ചെല്ലും തോറും ഒരുപാട് തിരക്കുകൾ കാണുന്നുണ്ട്. അങ്ങോട്ട് പോകുന്നവരും കണ്ടിട്ട് തിരിച്ചു വരുന്നവരും നല്ലൊരു തിരക്ക് തന്നെയാണ്. അതുപോലെ തന്നെ നല്ലൊരു ക്ലൈമറ്റും കൂടെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഗ്രില്ലുകൾ കണ്ടാൽ അറിയാം. നമുക്ക് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ല. നമുക്ക് ആ സിനിമ കണ്ടവർക്ക് ഏകദേശം മനസ്സിലാവും. അതും എത്രയോ 1000-ലേറെ താഴ്ചയുള്ള കുഴികളാണ് ഇത് കാണുന്നത്. ഇത് സ്റ്റാർട്ടിങ് സ്ഥലത്തുള്ള ഗ്രില്ലാണ്. ഇത് നമുക്ക് പുറമേ കാണുമ്പോൾ വലിയ താഴ്ചയില്ലാത്തതായിട്ട് തോന്നും. കരിയില കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ നല്ലൊരു ക്ലൈമറ്റിൽ ഫോട്ടോഷൂട്ടിനും വീഡിയോസിനൊക്കെ നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു പ്ലേസ് തന്നെയാണത്. അതുപോലെ തന്നെ ഇത് ആ കാണുന്ന ടവറിൽ നമുക്ക് കയറി നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ക്ലോസ് ആണ്. പിന്നെ മെയിനായിട്ട് എടുത്തു പറയാനുള്ളൊരു കാര്യം, ഫോണുകൾ സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ ഈ കുരങ്ങന്മാരെ അടിച്ചുകൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് നമ്മൾ തൊട്ടടുത്ത് വന്നാണ് കളിക്കുന്നത്. ഓ കുട്ടേട്ടന് കയറാൻ വയ്യ, മുകളിൽ കുട്ടേട്ടന് മുകളിൽ കയറാൻ വയ്യ. ഇറങ്ങി ഇത്രയും നാളായിട്ടും അതിൻ്റെ ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ തിരിച്ചാലും സുഭാഷേ കുട്ടേട്ട ആ ഒരു പടത്തിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കണ്ടേ. ഒരു രക്ഷയില്ല. Hadi.
ഒരു ഫോട്ടോ എടുത്തു തരാം. പിന്നെ എടുത്തു പറയാനുള്ളത് ഗുണ കേവിലെ കുറച്ച് സെക്യൂരിറ്റി ജീവനക്കാരുണ്ട്. മലയാളികളടുത്ത് മാത്രം പ്രത്യേക ഒരു ഇടപെടലാണ്. അത് ഞങ്ങളുടെ അടുത്ത് ഇതുകൊണ്ട് ഈ നിൽക്കുന്ന ആളും മോശമായ രീതിയിലാണ് ഒരുപാട് പെരുമാറിയത്. ഞങ്ങൾ തിരിച്ചും പ്രതികരിച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയിൽ എങ്ങനെയാണ് തമിഴ് പോലീസുകാരെ കാണിക്കുന്നു അതേ സെയിം സ്വഭാവം തന്നെയാണ് ഇവർ. ഒട്ടും മോശമല്ല. ഇത് സെക്കൻഡ് നമ്മളിപ്പോൾ വന്നിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ പില്ലർ പോയിൻ്റാണ്. ശരിക്കും നല്ല കോടായതുകൊണ്ട് അങ്ങോട്ട് താഴോട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്നില്ല. പില്ലർ പോയിന്റിൽ 10 രൂപ കൊടുത്ത് പാസ് വരാണ്ടൊരു കാര്യമില്ല. ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല അല്ലേ. ഒരിക്കലും തീരാത്ത കഥകളുണ്ടോ. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കുറച്ചുകൂടെ വ്യൂ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലോട്ട് കയറാം. അതില്ലെങ്കിൽ കുഴപ്പമില്ല. കാലാവസ്ഥ കുറച്ചുകൂടെ ചേഞ്ചായി വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പ് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതെന്ത് അടിസ്ഥാനമാക്കി കാട്ടുപോത്തിനെ നിർത്തിയിരിക്കുന്നത് നമുക്കറിയത്തില്ല. പിന്നെ ഒരു കാരണം ഒരു 5:30 മണി കഴിഞ്ഞതോടെ ഇവിടെ ക്ലോസിംഗ് ആണ്. കാരണം അവർ പറയുന്നുണ്ട് ഒരുപാട് കാട്ടുപോത്ത് ഇറങ്ങുന്നത് കൊണ്ടാണ് ക്ലോസ് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് പില്ലർ പോയിന്റ്. ഈ ഒരു സ്ഥലത്ത് എവിടെ പോയാലും കുരങ്ങ്, മയിൽ ഇതൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു ടൈം കഴിഞ്ഞതോടെ ഞങ്ങളും ഇറങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന്.